ബേസിക്കലി ചാരിറ്റിനെ കുറിച്ചിട്ട് എന്താ പറയുന്നതെന്ന് പറഞ്ഞാല് നിങ്ങളുടെ സമ്പാദ്യം ഉണ്ടല്ലോ, നിങ്ങൾ ഒരു വർഷം സമ്പാദിച്ച സമ്പാദ്യത്തിന്റെ 2.5% നിങ്ങളുടേതല്ല എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അവകാശം ഇല്ലാതെ അത് നിങ്ങൾ നിർബന്ധമായിട്ട് ദാനം കൊടുക്കണം എന്നാണ് പറയുന്നത്. അതാണ് സക്കാത്തിനെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്നാണ് നിങ്ങൾ ചാരിറ്റി കൊടുക്കേണ്ടത്. സക്കാത്ത്, പിന്നെ നിങ്ങളുടെ സദക്ക, ഇതൊക്കെ പറയുന്നത് എന്താ പറയുക, ഒരു സമ്പത്ത് നിങ്ങളുടെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആർക്കാ കൊടുക്കുക എന്നുള്ളത് ആദ്യത്തെ ചോദ്യം. കുടുംബത്തിൽ കഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫസ്റ്റ് അവിടെയാണ് പ്രിഫർ ചെയ്യേണ്ടത്. രണ്ടാമത് പ്രിഫർ ചെയ്യേണ്ടത് നിങ്ങളുടെ സമൂഹത്തിൽ നിങ്ങൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ, അത് കഴിഞ്ഞിട്ട് പുറത്ത്. അങ്ങനെയാണ് ഈ ചാരിറ്റിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ചാരിറ്റി എന്ന് പറയുന്നത് രണ്ട് റവന്യൂ ആണ് ഉള്ളത്. ഒന്ന് നിങ്ങളുടെ സമ്പാദ്യത്തിന്റെ സക്കാത്ത്, അത് കുറച്ച് അവകാശങ്ങളുണ്ട്, അതിന് കൊടുക്കാം. പിന്നെ സദക്ക എന്ന് പറയുന്നത് നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും ദാനം ചെയ്യാം. ദാനം ഒരിക്കലും നിങ്ങളെ സമ്പാദ്യം നഷ്ടപ്പെടുത്തില്ല, നിങ്ങളെ സമ്പാദ്യം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുക. പണ്ടൊരു ചൊല്ലില്ലേ, ഈ കോരുന്ന കിണറിലെ ഉറവ് ഉണ്ടാവും, അതേപോലെ നിങ്ങൾ ഒരുപാട് ദാനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത്രമാത്രം നിങ്ങൾക്ക് സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. ഇതാണ് ചരിത്രം, ഇതാണ് സത്യം. ഓക്കെ.